ഹായ് ഗായ്സ്, നമുക്കിന്നൊരു പരിപ്പ് പായസം വെച്ചാലോ? എന്നും എന്നറിയത്തില്ല, വൈകിട്ടായപ്പം പായസം കുടിക്കാൻ ചെറിയൊരു കൊതി തോന്നി. അപ്പം പിന്നെ വിചാരിച്ചു ഒരു പരിപ്പ് പായസം വെച്ചാലോ എന്ന്. എനിക്കിനി പരിപ്പൊന്നും എടുത്ത് വേവിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ തീരെ താല്പര്യമില്ല. നമുക്ക് റെഡിമെയ്ഡ് തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പരിപ്പ് പ്രഥമനാണ് എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമിൻ്റെയാണ്. 50% ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആരായാലും ഒന്ന് എടുത്തു പോകില്ലേ, അതുകൊണ്ടൊന്ന് എടുത്തതാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ വെള്ളം എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ വെള്ളം എടുക്കണ്ട, നമുക്ക് പാലെടുക്കാം. ഓക്കെ, നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 കപ്പ് മതിയാവും. ഓക്കെ, നമുക്കിനി പാലൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഈ പാലൊന്ന് നല്ലോണം തിളയ്ക്കട്ടെ ആദ്യം. അങ്ങനെ നമ്മുടെ പാല് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഡബിൾ ഹോഴ്സ് ഇൻസ്റ്റൻറ്റിൻ്റെ മിക്സ് ചേർക്കാം. നമുക്കിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി നമുക്കൊരു, അതായത് പായസത്തിൻ്റെ ആ കട്ടിയില്ലേ, തീരെ തിക്കല്ല, പക്ഷെ നമുക്ക് വേണ്ടുന്ന ഒരിതാക്കിയെടുക്കാം. നമുക്കൊരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതിനെ അങ്ങ് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കുന്നതോടൊപ്പം തന്നെ പായസത്തിൻ്റെ നല്ല മണവും വരുന്നുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാ പായസം വെറുതെ ടേസ്റ്റ് ചെയ്യണം? നമുക്ക് ഈ ബോളി വെച്ച് ടേസ്റ്റ് ചെയ്താലോ? ഏത് പായസവും ആവട്ടെ, നല്ലത് ബോളി തന്നെ. നമുക്കിതാ ഒരു ബോളി ഇട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പരിപ്പ് പായസം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാണ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ പാക്കറ്റ് ചെയ്ത് വാങ്ങുന്ന ഈ പായസം മിക്സൊക്കെ അങ്ങനെ വലിയ ടേസ്റ്റ് കാണത്തില്ല, പക്ഷെ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.